5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. PV അൻവർ പെട്ടോ? ശരിക്കും പറഞ്ഞാൽ LDF-ലെ രാജാവിനെ പോലെ ഇങ്ങനെ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി വളരെ രാജകീയമായി കേരളത്തിൽ കഴിയുകയായിരുന്നു. പെട്ടെന്നാണ് ADGP MR അജിത്കുമാറുമായി തെറ്റുന്നു, പിന്നെ പിണറായിയുമായിട്ട് തെറ്റുന്നു, പിണറായിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി തെറ്റുന്നു, പിന്നെ അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നു, പല പാർട്ടികൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു, അവസാനം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം രംഗപ്രവേശം ചെയ്യുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ച് നിലമ്പൂരിൽ രാജിവെക്കുകയും ചെയ്തു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് നടത്തിയാൽ പോരെ? എന്തിനാ വെറുതെ പണം ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ കളയുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലുപരിയായി അൻവറിന്റെ പാർട്ടിയോടെ തൃണമൂൽ കോൺഗ്രസിനെ തന്നെ ഘടകകക്ഷിയാക്കണമെന്നുള്ളതാണ് അൻവറിന്റെ ഡിമാൻഡ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വേണം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ അത്തരത്തിലുള്ള ചർച്ചകളെ UDF പ്രൊമോട്ട് ചെയ്യുന്നില്ല. കോൺഗ്രസ് ഇപ്പൊ VD സതീശനെ രമേശ് ചെന്നിത്തലയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ അൻവറുമായിട്ട് സംസാരിക്കാൻ. അൻവറിനെ എടുക്കാം, പാർട്ടി എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. കാരണം എന്താണ്? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി നല്ല പോരാണ്. ബംഗാളിൽ പോലുള്ള തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ UDF-ന്റെ ഘടകകക്ഷിയാക്കി കൊണ്ടുപോകുന്നത് എങ്ങനെ? മാത്രമല്ല, ഇവ ഘടകകക്ഷിയാക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമെന്ന് പറഞ്ഞാലോ ഷർട്ടൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ തൃണമൂൽ കോൺഗ്രസിന് മന്ത്രിയെ ചോദിക്കും. അൻവർ ചിലപ്പോൾ മത്സരിക്കും. അൻവർ ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാവണമെന്ന് പറയും. അൻവർ അങ്ങനെ വിടുന്ന ആളല്ല, കുറച്ച് മൊഞ്ചുള്ള ഒരു വസ്തുവാണത്, ചെറിയ ആളല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ദീർഘ രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസും UDF ഇതിന് തയ്യാറാവുന്നില്ല. തൃണമൂൽ കോൺഗ്രസിനെ പാർട്ടിയായിട്ട് തന്നെ എടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ എടുക്കാൻ തയ്യാറാവുമ്പോൾ പാർട്ടിയായിട്ട് ആണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ ചർച്ച, അൻവറിനെ വേണമെങ്കിൽ എടുക്കാമെന്നുള്ള ചർച്ച, പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എങ്ങനെയാണ് പാർട്ടിയെ വിട്ടിട്ട് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോകുന്നത്? ഇപ്പൊ അൻവർ ശരിക്കും പെട്ടോ? അങ്ങനെ പെടുന്ന ആളല്ല. അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ തന്ത്രവും ബുദ്ധിയും സാമ്പത്തികവും കഴിവും ആൾബലവും എല്ലാം ഉള്ള ഒരാളാണ്. അങ്ങനെയൊന്നും പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു പരിചയക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം പെടും. കാരണം UDF എടുക്കുന്നു, LDF എടുക്കും, അങ്ങോട്ട് എടുക്കാം, BJP എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തത്തിക്കളിക്കും. ഈ തത്തിക്കളിച്ചാലൊന്നും ചിലപ്പോൾ അത് സമയത്തിന് ചിലപ്പോൾ നമുക്ക് ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ PC ജോർജിനെ പോലെയൊക്കെ ആയി പോകും. PC ജോർജ് ഇതുപോലെ ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയൊക്കെ ഉണ്ടാക്കി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒരു നല്ല ബലത്തിലൊക്കെ അവസാനം ഒരു നിവർത്തിയില്ല. എന്താ ചെയ്യണമെന്ന് അറിയാതെ പിന്നെ BJP-യിലേക്ക് ലയിച്ചു. ലയിക്കുകയല്ല ചെയ്തത്, പിരിച്ചുവിട്ടിട്ട് ചേരുകയാണ് ചെയ്തത്. ലയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇനി അൻവർക്കാക്ക് എന്താ സംഭവിക്കണം എന്നറിയില്ല. അൻവർക്ക് പെട്ടു എന്നാ തോന്നുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ എടുക്കുന്നുമില്ല, അങ്ങനെ മുന്നണിയിൽ എടുക്കാൻ പ്രയാസവുമാണ്. കാര്യം ബംഗാളിൽ വേറൊരു രൂപത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എടുക്കാനും പ്രയാസമാണ്, എടുത്തില്ലെങ്കിൽ നിൽക്കാനും ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നത്? അപ്പോൾ തികച്ചും പെട്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വേറെ ഒരു വാർത്ത കേൾക്കുന്ന, അദ്ദേഹത്തിന്റെ നിത്യശത്രുവിനെ പോലെ കൊണ്ടുവന്നിട്ടുള്ള ADGP അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ കൊടുക്കുന്ന കാര്യം. ഇതുകൂടെ അറിയുമ്പോൾ പിന്നെ അൻവർക്ക് ആകെ ബേജാറാവില്ലേ? എന്ത് ചെയ്യണമെന്നുള്ളൊരു ബേജാറുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും UDF-ൽ എടുക്കണം എന്നുള്ള തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. പക്ഷെ അത് എടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപാധികൾ എന്നുള്ളതിന്റെ ചർച്ചയാണ് വെച്ചിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് അനുസരിച്ച് നിലമ്പൂരിൽ എന്ത് തന്നെയായിരുന്നാലും PV അൻവർ എന്ന വ്യക്തിക്കും, ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ PV അൻവർ എന്ന വ്യക്തിക്ക് അദ്ദേഹം ദീർഘകാലം MLA ആയിരുന്നു, നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രവർത്തകരൊക്കെ ഉണ്ട് അവിടെ. നമ്മൾക്ക് അങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല PV അൻവർ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൂടെ മുഖവിലേക്ക് എടുക്കാത്ത ഒരു തീരുമാനമാണ് UDF എടുക്കുന്നതെങ്കിൽ എങ്ങനെയെന്ന് അറിയില്ല. കാരണം LDF ജയിച്ച മണ്ഡലവുമാണ് അവിടെ, പിണറായി വിജയന്റെ ഭരണവുമാണ്, അവസാന വർഷവുമാണ്. ഇതൊക്കെ എന്താ സംഭവിക്കാന്നറിയില്ല. അതുകൊണ്ട് PV അൻവർ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നത് നല്ലതായിരിക്കില്ല. അപ്പൊ PV അൻവറും പരീക്ഷണത്തിന് പോകരുത്, UDF പരീക്ഷണത്തിന് പോകരുത്. UDF എടുക്കുന്നതിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ആകെ ചക്ക കുഴയും പോലെ കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയമല്ലേ, ഇതൊക്കെ നൂത്തെടുക്കുമായിരിക്കും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും കിട്ടിയിരിക്കുന്ന ടാസ്ക് വളരെ വലുതാണ്. എടുക്കണമോ, മുന്നണിയിൽ എടുക്കണമോ, തൃണമൂലായിട്ട് എടുക്കണമോ, വ്യക്തിയായിട്ട് എടുക്കണമോ, ഒരു ചോദ്യം. ഇനി തൃണമൂലായിട്ട് എടുത്തില്ലെങ്കിൽ വ്യക്തിയായിട്ട് പോകണമോ, പോകണ്ടെങ്കിൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യണമോ, എങ്കിൽ അതിന്റെ ഉപാധി എന്താണ്?
ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ചർച്ചകൾക്ക് കേരളം കാത്തിരിക്കുന്നു. എന്തായാലും വരുന്ന ആഴ്ച നമുക്കൊരു കൃത്യമായ വിവരവും വെളിച്ചവും വെള്ളിയാഴ്ചയൊക്കെ ലഭിക്കും. അടുത്ത ആഴ്ച നമുക്ക് കാണാം എന്താണ് PV ഇക്കാക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അൻവറിന് PV അൻവറിന് എന്താ സംഭവിക്കുക. അദ്ദേഹത്തിനെ മൊത്തത്തിൽ എടുക്കുമോ, ഭാഗികമായിട്ട് എടുക്കുമോ, മുന്നണിയിൽ എടുക്കുമോ, പാർട്ടിയായിട്ട് എടുക്കുമോ, വ്യക്തിയായിട്ട് എടുക്കുമോ, എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.